അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം അള്ളാഹുവിലേക്ക് ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ. അത് ഇന്ന് ദുനിയാവിൽ വെച്ചും നാളെ ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കും ഇതിൻ്റെയൊക്കെ മിഥിൽ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം അള്ള മാറ്റിത്തരട്ടെ. ഓരോ ദിവസമായി വാട്സപ്പിലൂടെ ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട്. അവരുടെയൊക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു മാറ്റി എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് പലവിധ വിഷമങ്ങളും ടെൻഷനും പറയുന്നവരാണ്. അതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറയുന്ന അമൽ ഇവിടത്തേക്ക് ഞാൻ ഈ പറയുന്ന ഈ ഒരു മക്കാമിലേക്ക് നിങ്ങൾ നല്ല ഇഖ്ലാസോട് കൂടി ഇതിനെനിക്ക് അള്ളാഹു എൻ്റെ വിഷമം മാറ്റിത്തരും എന്ന 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിയ്യത്താക്കി ചൊല്ലിയാൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കി കൊടുത്തിട്ടും. അതുപോലെ തന്നെ ഇവിടത്തേക്ക് യാസീനോ ഫാത്തിഹയോ സ്വലാത്തോ ഒക്കെ നിയ്യത്താക്കി ചൊല്ലിയാൽ അത്ഭുതമായിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള മക്കാമാണ്. വിളിച്ചാൽ വിളി കേൾക്കും. നമ്മൾ ഒരു യാസീൻ അങ്ങോട്ട് ഓതിയാൽ എന്ത് കാര്യം വെച്ചാണോ നമ്മൾ അങ്ങോട്ട് നിയ്യത്താക്കി ഓതുന്നത് അതിന് അള്ളാഹു ഫലം കാണിച്ചു തരും. അത് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട അതിൽ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ളുഹറിൻ്റെ ശേഷമൊക്കെ ആയിട്ടാണ് നമ്മൾ മൂന്നാക്കൽ പള്ളിയിലേക്ക് അരി നേർച്ച കൊടുക്കാൻ പോകുന്നത്. അത് ഞാനൊരു എൻ്റെ അരി നേർച്ച ഉണ്ടായിരുന്നു, അതിനായിരുന്നു കാര്യമായിട്ട് ഞാൻ പോകുന്നത്. അപ്പം വീഡിയോയിൽ പറഞ്ഞപ്പം ഒരു 8-9 പേരൊക്കെ ആയിട്ട് 2 കിലോ അരി 3 കിലോ അരി 25 കിലോ അരിയൊക്കെ ആയിട്ട് ഓരോരുത്തർ പൈസ അയച്ചു തന്നതുണ്ട്. അതൊക്കെ അവിടെ കൊടുക്കാൻ ഇന്നാണ് പോകുന്നത്. ആർക്കെങ്കിലും ഇനി ആ ഒരു പള്ളിയിലേക്ക് മൂന്നാക്കൽ പള്ളി വളാഞ്ചേരിക്കടുത്തായിട്ടാണ് അത് വരുന്നത്. അവിടത്തേക്ക് അരി നേർച്ചയാക്കിയാൽ എന്ത് കാര്യത്തിനും അതിന് പരിഹാരമുണ്ട് എന്നാണ്. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് ഇന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി നാളെ ആരും ഇതിലേക്ക് പൈസ ആയിരിക്കും വേണ്ടിയിരണ്ട. ഇനി ഇൻഷാ അല്ലാ ഭീമാ പള്ളിയിലേക്ക് 4-ാം തീയതിയാണ് പോകുന്നത്. ഭീമാ പള്ളിയിലേക്ക് ഞാൻ ഫസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ചന്ദനക്കുടം എന്ന് പറയുന്ന നേർച്ചയുണ്ട്. അതിനും അത്ഭുത ഫലം കിട്ടുന്ന നേർച്ചയാണ്. നമ്മുടെ കുടുംബജീവിതപരമായിട്ടുള്ളതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതിനും കടം വീടി കിട്ടാനുള്ളതിനുമൊക്കെ നിയ്യത്താക്കിയാൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട്. അവിടെ അടുത്തൊക്കെയുള്ള എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഫലം കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ നേർച്ച കൊടുക്കാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ. അൽഹംദുലില്ലാ. ആ ഭീമാ പള്ളിയിലേക്ക് എന്തെങ്കിലും നേർച്ചകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് പോയി കൊടുക്കാൻ പറ്റാത്തവർ മാത്രമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കട്ടോ. നിങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് പൈസ അയച്ചു തരരുത്. എന്തിനാണ് എവിടെ കൊടുക്കാനുള്ള പൈസയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് മടവൂർ CM മക്കാമിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയും, കാരണം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അറിയും. കാരണം ഒരുപാട് ഞാൻ ഈ ഒരു മക്കാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് പേര് അവിടെ പഠിക്കുന്ന എത്തീം മക്കൾക്ക് പൈസ നിയ്യത്താക്കി തന്നവരാണ്. അതുപോലെ തന്നെ അവിടെ പട്ട് കൊടുക്കാൻ വേണ്ടി പൈസ അയച്ചു തന്നവരുണ്ട്. അതേപോലെ അവിടുത്തെ മക്കാമിൽ അതിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ ഇടാൻ തന്നവരൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് പേർക്ക് അവിടുത്തെ എത്തീം മക്കൾക്ക് പൈസ കൊടുത്തിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യത്തിനും ഇപ്പോൾ ഇന്നലെ മെനിയാന്നൊക്കെ ആയിട്ട് എന്നോട് ഒരു ഉമ്മായും അതുപോലെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാരൊക്കെ എടുത്തു പോവുമല്ലോ, നമുക്കോരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ക് നോക്കിയൊക്കെ അറിയുന്ന ഉസ്താദുമാരെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ഉസ്താദ് പറഞ്ഞു മടവൂരൊന്ന് പോകണം, അവിടേക്ക് പോയിട്ട് പട്ട് നേർച്ചയാക്കി കൊടുക്കണമെന്നൊക്കെ. അതൊക്കെ ഫലം കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക്. അവിടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ, നമ്മൾ തട്ടിമുട്ടുകളൊക്കെ മാറാൻ അവിടത്തേക്ക് പട്ടൊക്കെ നേർച്ചയാക്കി കൊടുത്താൽ നല്ല ഫലം കിട്ടുന്നതാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട്. എൻ്റെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ ഈ എത്തീം മക്കൾക്ക് ഒരുപാട് പേര് പൈസ അയച്ചു തന്നിട്ടുണ്ട്, മടവൂരെ എത്തീം മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരുപാട് പേര് ഗൾഫിലുള്ളവരൊക്കെ എനിക്ക് ഇപ്പോൾ ഈ അടുത്തായിട്ട് കഴിഞ്ഞ പ്രാവശ്യം
ഗൾഫിലുള്ളവർ പൈസ അയച്ചു തന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ കൊടുത്ത് വന്ന 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ ആ കാര്യം, ആ പ്രയാസം മാറിക്കിട്ടി, അൽഹംദുലില്ലാ. അവിടത്തേക്ക് ഇനിയും നേർച്ച വെച്ചിട്ടുണ്ട് അവിടുത്തെ യതീമക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന്. ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ യാസീൻ ഓതിയാലും പൈസ നിയത്താക്കി കൊടുത്താൽ മാത്രം ഫലം കിട്ടുന്നു അങ്ങനെയല്ല. നേർച്ച, അതായത് അവിടത്തേക്ക് നേർച്ചയാക്കി ഓതുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടത്തേക്കൊരു 3 യാസീൻ, മടവൂർ മക്കാമിലേക്ക് ഞാനൊരു 3 യാസീൻ ഓതുന്നു, അല്ലെങ്കിൽ ഞാനൊരു 33 ഫാത്തിഹ അവിടത്തേക്ക് നിയ്യത്താക്കി ഓതുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു 11 ഓതുന്നു, സ്വലാത്ത് ഞാൻ നിയ്യത്താക്കി ഓതുന്നു. അങ്ങനെയൊക്കെ നേർച്ചയാക്കി നിയ്യത്ത് വെച്ച് ഓതുക. അവിടുത്തെ പുണ്യം കൊണ്ട് അവിടുത്തെ വിളിച്ചാൽ വിളി കേൾക്കും. നമ്മൾ എന്ത് തീ പടരും പോലെ ഫലം കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എനിക്ക് അത്ഭുതമായിട്ട് എൻ്റെ ജീവിതം തന്നെ മടുത്ത് എനിക്കിനി ജീവിക്കണ്ട എന്ന് തോന്നിയ ഒരവസ്ഥയിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ അവിടത്തേക്ക് ഒരേ ഇരുത്തത്തിലിരുന്ന് 11 യാസി നിയ്യത്താക്കി ഓതിയിട്ട് അത്ഭുതമായിട്ട് എനിക്ക് അന്ന് തന്നെ അതിന് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എൻ്റെ ക്ലാസ് നിത്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് നമ്മുടെ ഓരോരുത്തരുടെ സങ്കടം, നിങ്ങളിൽ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ദിവസം പറയുന്നതാണ് ഓരോ വിഷമങ്ങൾ. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ വിളിക്കുന്നില്ല, ഭർത്താവ് അല്ലാണ്ട് ടെൻഷനാക്കുന്നുണ്ട്, ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല, മനസ്സിനൊരു സമാധാനവുമില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, മനസ്സിനൊരു സമാധാനവും സന്തോഷവുമില്ല, ഭർത്താവിന് വേണ്ടാത്തരം ഉള്ള ചീത്ത ഓരോ സ്വഭാവങ്ങളാണ്, അതുകൊണ്ട് മനസ്സുരുകുകയാണ്, ഒരുപാട് സമാധാനമില്ലാത്ത വിഷമങ്ങൾ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടും കടം കൊണ്ടുള്ള ടെൻഷൻ പറയുന്നവരാണുള്ളത്. ഇതുപോലെയുള്ള നമ്മുടെ ഏത് രീതിയിലുള്ള കാര്യവും അള്ളാഹ്ക്കറിയാം നമ്മുടെ മനസ്സ് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി ഇവിടത്തേക്ക് ഒന്ന് ഓതിക്കോളി. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ മടവൂർ CM മക്കാമിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഇന്ന് ചൊല്ലുന്നത്. അതിന് അള്ളാഹു പെട്ടെന്ന് നമുക്ക് ഫലം നൽകട്ടെ. ആരൊക്കെയാണോ ഈ മജ്ലിസ് നിയ്യത്താക്കി ഇത് ഓതാനിരിക്കുന്നത് അവർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിലുള്ള അവരുടെ മനസ്സിലുള്ള വിഷമം അള്ളാഹു മാറ്റി സമാധാനം ഇന്ന് തന്നെ നൽകട്ടെ. സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഓതാൻ പോകുന്നത് ഒരു ഫസ്റ്റ് തന്നെ 11 ഫാത്തിഹയാണ്. മടവൂർ CM മക്കാമിലേക്ക് 11 ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് 11 ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് 33 സ്വലാത്തുൽ ഫാത്തിഹുമാണ് അവിടത്തേക്ക് ഓതുന്നത് കേട്ടോ. മനസ്സിലങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന് വിഷമമുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനിലാണ് ഞാൻ, ആ കാര്യം എനിക്ക് റാഹത്താവാൻ വേണ്ടി ഞാനും ഇൻഷാ അല്ലാഹ് ഞാൻ നിയ്യത്താക്കി ഓതാനിരിക്കുന്നു എന്ന്. ഇതിപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുക ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. എന്നിട്ട് ആ ഇരുത്തത്തിലിരുന്ന് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ 11 ഫാത്തിഹ, ഫസ്റ്റ് എങ്ങനെയാണ് ഫാത്തിഹ വിളിക്കേണ്ടതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. 11 ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് 11 ഖുൽ ഹുവല്ലാഹു അഹദ്, 33 സ്വലാത്തുൽ ഫാത്തിഹയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലുന്നതിലൊക്കെ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇൻഷാ അല്ലാഹ് എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പറഞ്ഞു തരും. അതായത് ഞാനൊരു BV ആണ് എന്നോ അങ്ങനത്തെ സങ്കല്പങ്ങളൊന്നും ആരും മനസ്സിൽ കരുതരുത് കേട്ടോ. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് കണക്ക് നോക്കി എൻ്റെ കാര്യം പറഞ്ഞു തരുമെന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു കണക്ക് നോക്കുന്ന ഒന്നും അറിയില്ല. ഞാൻ എനിക്കറിയാവുന്ന, അതും ഓരോ ഉസ്താദുമാരുടെ ക്ലാസ് കേട്ടിട്ടും ഒരുപാട് കിതാബുകളും പുസ്തകങ്ങളൊക്കെ വായിച്ച് ദിക്റിൻ്റെ പുസ്തകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ചെടുത്തിട്ടാണ് ഞാൻ ആ ദിക്റുകളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റുകൾ. അതുപോലെ മക്കാമുകളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ് ഈ മക്കാമിലേക്കൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് ഞാൻ ഏർവാടിയിലും നാഗൂരിലൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയത്, അതും എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത്. അല്ലാണ്ട് നമ്മൾ ആണുങ്ങളില്ലാതെ നമുക്ക് പുറത്ത് പോകാൻ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഒരു തവണയും കൂടി ഏർവാടി ഞാൻ അടുത്ത മാസം ഒരു 15-ാം തീയതിയൊക്കെ ആകുമ്പം ഏർവാടിയിൽ ഞാൻ പോകുന്നുണ്ട്. അറക്കാസുമ മക്കാമിലേക്ക് ഒരു തവണ പോകണം. കാരണം എനിക്കൊരു പ്രയാസമുണ്ടായിരുന്നു, ഒരു അസുഖത്തിൻ്റെ ടെൻഷന്. ആ ഒരു കാര്യത്തിന് ഞാനും ഡോക്ടർ ഹക്കീം ഡോക്ടർ എന്ന് അവിടെ ഒരു മക്കാമുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു തവണയും കൂടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഉസ്താദ്. നേർച്ചകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് എനിക്ക് പോകണം ഏർവാടിയിലേക്ക്. 15-ാം തീയതിൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാ അല്ലാഹ് പോവും. അപ്പോൾ പോകാൻ പറ്റാത്തവർ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് അവിടുത്തെ ചങ്ങലക്കിട്ട രോഗികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടോ. ഏർവാടിനെ കുറിച്ച് പറയണ്ടല്ലോ, അത്ഭുത ഫലം കിട്ടുന്ന പള്ളിയാണ്, ജിന്നിനെ ഒഴിപ്പിക്കുന്ന പള്ളിയാണ്.
അവിടെ ഭയങ്കര ഫലം കിട്ടുന്ന പള്ളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ മക്കാമുകളിലൊക്കെ എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ചെറുപ്പത്തിലേ പോയി ശീലമുണ്ട്. ഉമ്മാൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഉമ്മ കൂടുതലായിട്ട് പോകുന്നൊരു മക്കാമായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞ മടവൂർ CM മക്കാമ്. മാസം മാസം എൻ്റെ ഉമ്മ അവിടേക്ക് പോവാറുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്തേ ഞാൻ ആ മക്കാമിലേക്കാണ് കൂടുതലായിട്ടും പോവാറുള്ളത്. നമ്മൾ അന്നൊന്നും അങ്ങനെ പുറത്ത് പോവില്ലല്ലോ. പുറത്ത് പോകുന്ന ഒരു പോവലുണ്ടെങ്കിൽ അത് മടവൂർ CM മക്കാമിലേക്കാണ് എൻ്റെ ഉമ്മ എന്നെ കൊണ്ടുപോവാറുള്ളത്. അങ്ങനെയാണ് എനിക്ക് മടവൂർ CM മക്കാമിലേക്ക് പോയി പരിചയമുള്ളത്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നീയത്താക്കി 11 യാസി നീയത്താക്കി അത്ഭുതമായൊക്കെ എനിക്ക് ഫലം കിട്ടിയത്. കാരണം എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോയിട്ടുള്ള ഒരു പരിചയം കൊണ്ടാണ് എനിക്കന്ന് ആ വിഷമം വന്ന സമയത്ത് അവിടത്തേക്ക് ഞാൻ യാസീൻ ഓതട്ടെ എന്ന് മനസ്സ് തോന്നി. ഞാൻ ഓതി. അൽഹംദുലില്ലാ അള്ളാഹു എനിക്കതിന് ഫലം കാണിച്ചു തരികയും ചെയ്തു. അൽഹംദുലില്ലാ പെട്ടെന്ന് ഫലം കിട്ടും. ഒരുപാട് കറാമത്തുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കറാമത്ത് അത്ഭുതമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു മഹാനാണ് നമ്മുടെ മടവൂർ CM മക്കാം. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മടവൂർ CM വലിയുല്ലാഹി എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും. അപ്പോൾ അവിടേക്ക് പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയൊക്കെ പോയിട്ട് നമ്മുടെ മക്കളൊക്കെ ഒന്ന് കൊണ്ടുപോവുക. എന്നിട്ട് പട്ടൊക്കെ മക്കൾക്കൊക്കെ തലയിലൊക്കെ ഒഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് യാറും മൂടുക. അതൊക്കെ നല്ലതാണ്. ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള എല്ലാവിധ ഇടങ്ങേറുകളും നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി നമ്മൾ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ഇതിൽ നിന്നൊക്കെ ഫലം കിട്ടേ അതൊക്കെ വെറുതെ പറയുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല. അതിന് ഉറപ്പായിട്ടും ഫലം കിട്ടില്ല. നിങ്ങൾ ആ സമയം വെറുതെ പാഴായി പോവുക. നല്ല ഇഖ്ലാസോട് കൂടി 100% എനിക്കിതിന് ഫലം കിട്ടും, അവിടുത്തെ കറാമത്ത് കൊണ്ട് എൻ്റെ മനസ്സിലെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എന്ന മനസ്സോടുകൂടി നമ്മൾ മടവൂർ ഉസ്താദിനോടല്ല നമ്മൾ പറയുന്നത്, അവിടുത്തെ കറാമത്ത് കൊണ്ട് അള്ളാഹുവിനോടാണ് നമ്മൾ പറയുന്നത്. റബ്ബേ മടവൂര് അവിടുത്തെ കറാമത്ത് കൊണ്ട് എൻ്റെ മനസ്സിൽ പ്രയാസം മാറ്റി തരണേ, റബ്ബിനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മനസ്സോട് കൂടിയിട്ട് മജ്ലിസിൽ ഇരുന്നോളി ആത്മാർത്ഥമായിട്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഷെയ്ഖുനാ ഷെയ്ഖ് മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത്, സ്വലാത്ത് റഹ്മാനായ റബ്ബെ ഷെയ്ഖ് മടവൂരി ഖദ്ദസല്ലാഹു സിറൗൽ അസീസ് അവരുടെ ചാരത്തേക്ക് നീ എത്തിക്കല്ല റബ്ബെ. പലരും പലവിധ വിഷമങ്ങൾ മനസ്സിൽ നീയത്താക്കി ഒപ്പമായിട്ട് ഓതിയവരാണ് റഹ്മാനെ. അത്ഭുതമായിട്ടുള്ള ഫലം കാണിച്ചു കൊടുക്ക് റഹ്മാനെ. അവരുടെ വിഷമം മാറ്റിക്കൊടുക്ക്, അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി റഹ്മാനെ.
റബ്ബേ, അവരുടെ മനസ്സിൽ എന്ത് വിചാരിച്ചാണോ അവർ മജ്ലിസിൽ ഇരുന്ന് ഓതിയിട്ടുള്ളത്, നീയത്താക്കി മടവൂര് ഷെയ്ഖുനാൻ്റെ അവിടത്തേക്ക് റബ്ബേ റഹ്മാനെ അതിനുള്ള ഉത്തരം നീ കാണിച്ചു കൊടുക്കുക. എത്രയും പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്ത വഴി കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പ വഴി അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കുക റഹ്മാനെ. റബ്ബേ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കല്ല. മനസ്സിന് നീ സമാധാനം സന്തോഷവും നൽകുക റഹ്മാനെ. റബ്ബേ, ഭർത്താവിൻ്റെ സ്വഭാവം കാരണം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ണീരോടെ ആമീൻ പറയുന്നവരുണ്ട് റഹ്മാനെ. അവരുടെ മനസ്സിലെ വേദന നീ മാറ്റിക്കൊടുക്കല്ല റബ്ബേ. നേർച്ചയാക്കിയിട്ട് റഹ്മാനെ മൂന്നാക്കൽ പള്ളിയിലേക്ക് ഒരുപാട് പേര് അരി നേർച്ചയാക്കി തന്നവരുണ്ട് റബ്ബേ. അവരുടെ മനസ്സിലെ കാര്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കല്ല റഹ്മാനെ. നേർച്ചകൾക്കെല്ലാം നീ ഫലം കാണിച്ചു കൊണ്ട് അത് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്ക് റഹ്മാനെ. റബ്ബേ, അതുപോലെ തന്നെ ഏർവാടിയിൽ പാവപ്പെട്ട ചങ്ങലക്കിട്ട രോഗികളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുത്തവരാണ്. നാഗൂരിൽ ഞങ്ങൾ ഒരുപാട് നേർച്ച കൊടുത്തവരാണ് റഹ്മാനെ. യത്തീം മക്കൾക്ക് ഞങ്ങളാളിൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുത്തവരാണല്ല റബ്ബേ. ഞങ്ങൾ ഈ മജ്ലിസിലുള്ള ദുആനെ നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ല റഹ്മാനെ. ഞങ്ങൾ ഓതുന്നതിലും ഞങ്ങൾ ചെയ്യുന്നതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകി റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നും വേണ്ട അല്ല. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സമാധാനമുള്ള ജീവിതമാണ് ഞങ്ങൾക്ക് ആവശ്യം റബ്ബേ. റഹ്മാനെ, നീ അത് നൽകണേ റഹ്മാനെ. മക്കളെ കാര്യം ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി റബ്ബേ. ആ മക്കൾക്കൊക്കെ നല്ല ജോലിയും അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്ത മക്കൾ ഒരുപാട് പേരുണ്ട് റഹ്മാനെ. പ്രത്യേകിച്ച് ആൺമക്കൾ കല്യാണം ശരിയായി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അവർക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യമായ കല്യാണം വന്നു ചേരാൻ അവർക്കിനി മുന്നിൽ തടസ്സങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്ക് റഹ്മാനെ. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കാൻ നീ അവർക്ക് തൗഫീക്ക് നൽകി റഹ്മാനെ. റബ്ബേ, നീ നിനക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള റഹ്മാനെ, ദീനിനെ ഇഷ്ടപ്പെടുന്ന കല്യാണം റഹ്മാനെ അത് നീ റാഹത്തിലാക്കി കൊടുക്കല്ലാ റഹ്മാനെ. ഞങ്ങൾ ദുആനെ നീ സ്വീകരിക്ക് റഹ്മാനെ. നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേര് കൈകൾ ഉയർത്തി ആമീൻ പറയുന്നവരാണ്. ഒരാളുടെ ആമീൻ നീ സ്വീകരിക്കല്ല റബ്ബേ. ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല റബ്ബേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ഓതുന്ന ദിക്റുകളെല്ലാം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല. അതുപോലെ ഞങ്ങളുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കും നീ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട് മക്ക മദീന പോയി കാണാൻ, ഉംറ ചെയ്യാൻ റബ്ബേ. അവരുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നീ തുറന്ന് നൽകല്ല റഹ്മാനെ. ഉംറ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ല റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല. ഞങ്ങളെ മക്കളിൽ വേണ്ടാത്ത ദുശീലങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ നീ കാത്ത് രക്ഷിക്കല്ല. നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളില്ല റഹ്മാനെ. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് പറയാനില്ല അല്ല. നീ ഞങ്ങളെ കഴിയൊഴിയല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് നീ മാത്രമാണുള്ളത് റബ്ബേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയാലും റഹ്മാനെ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. നീ കൈവിട്ടാൽ ഞങ്ങൾക്ക് ആരുണ്ട് റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ അസുഖം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. മാരകമായ അസുഖത്തെ തൊട്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകി റഹ്മാനെ. നീ ശിഫ നൽകി റഹ്മാനെ. റബ്ബേ, ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല. അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ല. കടം തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ല. ഞങ്ങളെ മനസ്സിനെ നീ സമാധാനം നൽകി. ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കല്ല റബ്ബേ. ഞങ്ങളെ ഉമ്മമാരെ മനസ്സിന് സമാധാനം സന്തോഷവും നൽകി. ഞങ്ങളെ ഉപ്പമാരെ മനസ്സിന് സന്തോഷവും സമാധാനം നൽകണേ അല്ല. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനെ. അവരുടെ ഖബർ സമാധാനത്തിൻ്റെ ഖബറാക്കണേ അല്ല റബ്ബേ. ആങ്ങളമാര് ജ്യേഷ്ഠത്തിമാര് മരണപ്പെട്ടു പോയവരുണ്ട്. അവരെ ഖബർ നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കല്ല. ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ല. അവരുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീ അതിൽ നിന്നും അവരെ പിന്തിരിച്ചു കൊടുക്കല്ല. അടഞ്ഞ വാതിലുകൾ തുറന്നു നൽകല്ല.
ആപത്ത് മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷപ്പെടുത്ത്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാവൽ നൽകണേ അല്ല. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ വസിയത്തോടെ എല്ലാവരോടും പ്രത്യേകം പറയാനുള്ളത് ദുആ ചെയ്യണം എല്ലാവരും. അപ്പോൾ ആരെങ്കിലും ഇനി അരി നേർച്ചയാക്കാനുള്ളവരുണ്ടെങ്കിൽ, പോകാൻ പറ്റാത്തവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ.